ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പാറൂസ് കിച്ചൻ. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്ക് ചോക്ലേറ്റ് വളരെ ഇഷ്ടമാണ്. നമ്മളെപ്പോഴും അവർക്ക് കടയിൽ നിന്നാണ് അത് വാങ്ങിക്കൊടുക്കുന്നത്. ഇനി അത് വേണ്ട, നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കി കൊടുക്കാം. വെറും 4 ചേരുവകൾ മാത്രം. ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ചിട്ട് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, നന്നായിട്ട് തരിയില്ലാണ്ട് പൊടിച്ചെടുത്ത പഞ്ചസാരയാണിത്. ഞാൻ ഈ കപ്പിനാണ് പഞ്ചസാര അളന്നെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിൽ മെഷറിംഗ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ അളന്നെടുക്കാം. അടുത്തത് 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 കപ്പ് പാൽപ്പൊടിയും. ഇത് നന്നായിട്ട് ഒരു 4 തവണയെങ്കിലും അരിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാണ്ട് വേണം ഇത് അരിച്ചെടുക്കാനായിട്ട്. നിങ്ങൾ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ 1/4 ഗ്ലാസ് കൊക്കോ പൗഡറും 1/2 ഗ്ലാസ് പാൽപ്പൊടിയുമാണ് ചേർക്കേണ്ടത്. നമുക്കിത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്ക് നമുക്ക് ഒരു ബൗൾ ഇറക്കി വെക്കാം. വെള്ളം ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അളന്ന കപ്പിന് 1/4 കപ്പ് വെളിച്ചെണ്ണ ബൗളിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൗഡർ കുറേശ്ശെ ചേർത്ത് തരിയില്ലാണ്ട് മിക്സ് ചെയ്ത് എടുക്കാം. കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ബട്ടർ ചേർക്കാം. ഞാൻ നേരത്തെ 1/2 കപ്പ് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. ഈ പരുവം, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് നമുക്ക് ഒരു ചോക്ലേറ്റ് മൗൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചോക്ലേറ്റ് മൗൾഡ് വീട്ടിലില്ലാത്തവർ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന ഐസ് ട്രേ ഉപയോഗിച്ചാൽ മതി. ഞാനിതിൽ ചോക്ലേറ്റ് മൗൾഡിലേക്ക് പകുതി ചോക്ലേറ്റ് മിക്സ് ചേർത്തിട്ട് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് ചേർത്തിട്ടുള്ളത്. കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പോ പിസ്തയോ ബദാമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അരിഞ്ഞ് ചേർക്കാം. അതിൻ്റെ മുകളിലേക്ക് കൂടെ വീണ്ടും ഞാൻ ചോക്ലേറ്റ് മിക്സ് ചേർക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇത്. ബാക്കി ഇരുന്ന ചോക്ലേറ്റ് ഞാനൊരു കേക്ക് ട്രേയിലേക്ക് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നട്ട്സും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. ഇപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്തായാലും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം രമ്യ പാറൂസ് കിച്ചൻ.